ഗുഡ് മോർണിംഗ് പപ്പ. ഏട്ടാ ഇത് എവിടുന്നാ എത്തിയോ? ഏട്ടന്റെ പൊന്നുമോള് കണ്ണിറുക്കി അടച്ചിട്ട് ആ ബ്ലാങ്കറ്റ് മാറ്റ്. ഏട്ടാ ഇന്ന് വിഷുവാണ്. ഉവ്വ്, നിനക്ക് കണി കാണണ്ടേ? എനിക്ക് ഏട്ടനെ കണ്ടാ മതി. പോരാ, അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ, 2 മാസം ജോണ്ടിസ് അടിച്ചു കിടന്നു. ഒരിക്കൽ മോപ്പടിയിൽ നിന്ന് വീണ് കാലുളുക്കി. അടുത്ത വീട്ടിലെ പട്ടി കടിക്കാൻ ഓടിച്ചു. വേണ്ട വേണ്ട, എന്റെ മോള് കണ്ണിറുക്കി അടച്ചിട്ട് കട്ടിലിൽ ഇറങ്ങി നടക്ക്. ഒന്നും കാണുന്നില്ല. മോളെ, നീ കണ്ണടച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ കാണും? ആ, നേരെ നടക്ക്. ഇവിടെ എവിടെയോ ഒരു ഡോർ. അയ്യോ, ഇടിച്ചോ? വാതിൽ അടച്ചിരിക്കല്ലേ, വാതിൽ തുറക്ക്. അവിടെ സ്റ്റെയർ കേസ് ഉണ്ട്, തട്ടി വീഴല്ലേ. സാറ് എവിടെയായിരുന്നു ഈ 3 ദിവസം? ഞാന് കോയമ്പത്തൂരെ ജോലി കഴിഞ്ഞപ്പോ ആര്യ വൈദ്യശാല വരെ ഒന്ന് പോയി വാര്യരെ ഒന്ന് കണ്ടു. ആ കാലിന്റെ മുട്ടിന്റെ വേദനയുടെ വല്ലാതെ കൂടുന്നുണ്ടല്ലോ. വാര്യര് വിട്ടില്ല, 2 ദിവസം അവിടെ പിടിച്ച് കിടത്തി. മീശയോ? മീശ അല്ല പപ്പ, മേശ. മേശ മേശ കാലി തട്ടാ നടക്ക്. ഞാൻ എവിടെയെങ്കിലും വീഴും. വീണ ഏട്ടനില്ലേ? ആ, നടന്നോളൂ. ഇനി ടേൺ ടു യുവർ ലെഫ്റ്റ്. ആ, ഇനി ഒരു 4 സ്റ്റെപ്പും കൂടെ. ആ, നിക്ക്. ഇനി കണ്ണു തുറന്നോ. എന്താ കോയമ്പത്തൂരേക്കുള്ള റോഡ്, കുണ്ടും കുഴിയും. ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കണുണ്ടല്ലോ, എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന രൂപത്തിലേക്ക് അതില്ല. നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രാണേ. വരണ വഴി ഞാൻ സ്വാമിയോട് പറയായിരുന്നു, ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല. അത് കുറച്ചായി കേൾക്കണു. അങ്ങനെ ഇരിക്കുമ്പോ വാൻ എടുത്തോണ്ടങ്ങ് ഇറങ്ങും. എവിടേക്കാ ഏട്ടാ? ഒന്ന് കോയമ്പത്തൂർ വരെ. ഇടയ്ക്കിടയ്ക്ക് പോവാൻ മാത്രം. ഈ കോയമ്പത്തൂർ എന്താ ഇത്ര വലിയ ലണ്ടനോ പാരീസോ മറ്റാണോ? ബിസിനസ് ആവശ്യമല്ലേ പപ്പ, ഒഴിവാക്കാൻ പറ്റുമോ? ക്ഷമ പറയണ ഏട്ടന് കോയമ്പത്തൂര് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവുന്ന. അത് രസമായിട്ടുണ്ട്. ആരേ ക്ഷമ? ഏട്ടനറിയാം, ഡോക്ടർ മാലതി മേനന്റെ മോള്. മെഡിസിൻ കഴിഞ്ഞിട്ടും പ്രാക്ടീസ് ചെയ്യാതെ വഴിപ്പ് നടക്കണ കുട്ടി. ആ, അവള് തന്നെ. അവൾ ഏട്ടനിട്ടിരിക്കുന്ന പേരറിയോ? സർഫ് എക്സൽ. സർഫ് എക്സൽ അതെന്താ? ആ, ഏട്ടന്റെ ഡ്രസ്സിംഗ് തന്നെ അതിന് കാരണം. ഈ വെള്ളം മുണ്ടി ഷർട്ടും സർഫ് പൗഡറിന്റെ പരസ്യയാത്ര. അത് രസമായിട്ടുണ്ട്. ഏട്ടാ, ആ മുട്ടിന്റെ വേദന മാറിയോ? 2 നാൾ അവിടെ കിടന്നു കൂട്ടിയതിന്റെ ഫലം കിട്ടിയിരിക്കണു. ഇപ്പൊ തീരെ ഇല്ലാന്ന് തന്നെ പറയാം. ഇവിടെ എന്താ വിശേഷം, അത് പറയൂ. ഇവിടെ ഞങ്ങൾ റിഹേഴ്സലിന്റെ തിരക്കിലല്ലേ. ഓ, നിങ്ങള് ഡാൻസ്. ഏട്ടാ, ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില കുറയ്ക്കല്ലേ. ഇത് ഒപ്പേറയാണ്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു ക്രോസ് സെക്ഷൻ. ഞങ്ങളുടെ ഉത്സവ് സ്റ്റേജ് ചെയ്ത് കഴിയുമ്പോ നോക്കിക്കോളൂ, ക്രിട്ടിക്സ് അങ്ങനെ പറയും. അത് തന്നെ പരമേശ്വരന്റെ അനിയത്തിയല്ലേ? എന്താ പറയാ, അതിന്റെ ഒരു ന്യൂക്ലിയസ്. അയ്യോ അല്ല, നന്ദൻ തന്നെയാണ് ഏട്ടാ. സ്ക്രിപ്റ്റ് എഴുതി, സോങ്സ് എഴുതി, കമ്പോസ് ചെയ്ത്, ഡാൻസ് കൊറിയോഗ്രാഫി ഡിസൈൻ ചെയ്ത്, ശരിക്കും പറഞ്ഞ ദ പവർ ബിഹൈൻഡ്, ദ മാൻ ബിഹൈൻഡ്. നന്ദനെ ഏട്ടനൊന്ന് പരിചയപ്പെടണം. റിയൽ ജീനിയസ്. ഇതാരാ ഈ മഹാൻ? പപ്പ ഇങ്ങനെ ലോഭമില്ലാതെ പുകഴ്ത്തുന്ന കക്ഷി. പാവാണേട്ടാ. ഡാൻസ്, മ്യൂസിക്, വേറെ സബ്ജക്ട്സ് ഒന്നും ലൈഫിലില്ലാത്ത ഒരു പാവം പയ്യൻസ്. No. Sorry, Papa. You're repeating the same mistake again. Sorry, Nandan. ഈ കൈയാണ് പ്രശ്നം. ഈ മൂവ്മെന്റ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ മുകളിൽ വരണം. ഈ പോസ്റ്റർ ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ സാറില്ല, ഒരു പ്രാവശ്യം നോക്കാം. ആ മ്യൂസിക് ഇട്.
ഒന്ന് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നെന്താ? ശരി, ആ മൂവ്മെന്റ് ഒന്ന് കാണിക്കാം. കൈ എടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സീ, ഈ കൈ should go up. ഇത് ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതെ, ഇത് തന്നെ. ആ, വെരി ഗുഡ്. ഇനി ഫേസ്, ഈ ഒരു ആംഗിൾ, പിന്നെ ഈ ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെപ്പോഴും ഓർമ്മിക്കണം. Come. വാ. എടി പപ്പ, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ദേവകിയമ്മ വിളി. ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോടി. ആനയെ തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആനപ്പിണ്ടവും ട്രൈ ചെയ്യാലോ. അത് കുറെ സംഘടിപ്പിച്ച് തരട്ടെ. ബെസ്റ്റ് ഐഡിയ. ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സർഫ് എക്സലിന് കൊടുക്ക്. എപ്പോ നോക്കിയാലും നീ എന്റെ ഏട്ടന് ഇനി നിന്റെ പുറത്ത് കേട്ടോ. നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലങ്ങ് പൊസസീവായാലേ ഞാൻ അങ്ങേരെ കയറി പ്രേമിച്ചങ്ങ് കേട്ടു. നീ കൊട്ടും ആലവലാതി. നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക്. ഞാനൊരു കുഞ്ഞു കുളി കുളിക്കട്ടെ. റിയലി ഐ നീഡ് എ ഷവർ. ഇന്ന് കാണിച്ചു തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത്. ഏട്ടൻ വന്നോ? വന്നോ. ഞാൻ അവളോട് മനഃപൂർവ്വം പറയാതിരുന്നതാ. എന്താണ് കിടന്ന് കൂവുന്നേ? എന്തോ കണ്ട് പേടിച്ച പോലെ. കണ്ടടി, സർഫിനി കാണാനൊന്നും ബാക്കിയില്ല. വട്ടോ പെണ്ണിന്. അത് ക്ഷമ. ഏട്ടനറിയില്ലേ? എന്താ? ക്ഷമയില്ല, ഒട്ടും ക്ഷമയില്ല. അത് അക്ഷമയാണ്. അക്ഷമ. വണ്ടി റിവേഴ്സ് ചെയ്തോ? റിവേഴ്സ് എടുക്കാനോ? അത് തിരക്കേടില്ല. നിങ്ങളാരൊക്കെ ബാക്ക് അടിക്കുന്നു. തന്നോട് പറഞ്ഞ പോലെ ചെയ്താൽ മതി. വലിയ ഡയലോഗ് വേണ്ട. അത് എവിടെ തന്നെ ആയാന്ന്. നിങ്ങൾ ഓണും കൂടി അടിക്കാണ്ട് കയറി വന്നിട്ട് ഇപ്പോ ആരാ വക്കീലേ? ഇതാ പുതിയ പോലീസ് കമ്മീഷണറാ, വർഷ വർമ്മ. അവള് മഹാ അലമ്പ. കൊള്ളാ. തന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് വണ്ടി റിവേഴ്സ് എടുക്കുന്ന നല്ലത്. വണ്ടി എടുക്കണോ? ഞാൻ റിവേഴ്സ് എടുക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ വേണേ ബാക്ക് എടുത്ത് മാറ്റിക്കോളൂ. എന്താ പ്രശ്നം? സാർ, ഇത് നാട്ടിൽ കേൾക്കാത്ത പുതിയൊരു ഐറ്റം. നമ്മൾ വന്ന വഴി മുഴുവൻ റിവേഴ്സ് എടുത്ത് പോയാലേ ഈ താത്ത മാറൂന്ന്. മാറണ്ട, പോണ്ട. സിറ്റി പോലീസ് കമ്മീഷനാണ് ഈ താത്ത. എന്താ മാഡം? മാഡത്തിന്റെ വണ്ടി ഒരു 10-15 അടി പുറകോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോവാം. ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ല. ഏതാ? ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ലാന്ന്. അവനെ കൊണ്ട് പുറകോട്ട് എടുപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ഒരു ഈഗോ പ്രോബ്ലമായി മാറി മാഡത്തിനത്. അതുകൊണ്ടാ. മാഡത്തിനറിയാം മാഡത്തിന്റെ ഭാഗത്ത് ന്യായമില്ലെന്ന്. താനെന്നെ ന്യായ അന്യായം ഒന്നും പഠിപ്പിക്കണ്ട. വണ്ടി എടുത്ത് മാറ്റടോ. മാറ്റുകയെന്ന് പറഞ്ഞാൽ ഈ വാൻ പുറമോട്ട് പോവില്ല. ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. ഞാൻ കമ്പനി പറഞ്ഞ് പ്രത്യേകം ഉണ്ടായിച്ച. ബിക്കോസ് ഞാൻ പുറകോട്ട് പോകുന്ന ഒരാളല്ല. അതുകൊണ്ടാ. തന്നെ ഫുള്ളാക്കണോ? മാഡം അങ്ങനെ സ്വയം ആവാൻ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചൂടാവണ്ട, ഞാൻ ശ്രമിച്ചു നോക്കാം. നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചം അടിക്കുന്നുണ്ട്. രണ്ടുപേർക്കും പോകാൻ പറ്റില്ലല്ലോ. ഐ വിൽ ട്രൈ. വാക്കേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ.
You bloody beggar. അവള് കൊള്ളാം. മാരീഡാ? എന്താ നോക്കുന്നോ? മാരീഡ് ആണെങ്കിൽ നോക്കാം. എന്റെ ചക്ക വീണ് ചത്ത വല്ലിപ്പ എന്താ ഈ കാണണേ? തുടങ്ങി പരമേശ്വരൻ വെള്ളടി തുടങ്ങി. അല്ല എന്താ ഇത് ചായയോ? ഛെ, വെറുതെ എന്നെ മോഹിപ്പിച്ചു. എന്താ കുഞ്ഞിപ്പാലു ഞാൻ വെള്ളം അടിച്ച് കാണാൻ ഇത്ര താല്പര്യം? എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മമെടുത്ത ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര. തന്റെ കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഡാ മോനെ മാധവ, സർ, ഗ്യാസ് പോയ സോഡ ഉണ്ടെങ്കിൽ സോഡക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഒരെണ്ണം എടുത്തിട്ട് വന്നേ. ഇപ്പോഴത്തെ സോഡയൊക്കെ ഭയങ്കര ഗ്യാസാ സർ. ഉം. റിജക്ട് ചെയ്യാൻ ഒന്നും കാണില്ല. അത്രക്ക് ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ 1 ഔൺസ് ജീരകാരിഷ്ടവും 2 ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങട് ടാ മാധവ, വെള്ളം മതി, അത് കൊണ്ടുപോവാ. സർ, സോഡയുടെ ബില്ല് ഞങ്ങൾ കൊടുത്തോളാം. സോഡ ഒഴിച്ച് തന്നെ വിഴുങ്ങ്. വെരി ഗുഡ്. അല്ല, ആ റോബിൻസൺ റോഡിലെ 70 സെന്റ് സ്ഥലവും അതിലുള്ള 2 നില കെട്ടിടവും താൻ വാങ്ങിയില്ലേ? താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു. 4 കൊല്ലം കൊണ്ട് ആരായി മാറി. ഞാൻ ഇവിടെ വന്ന് കിടന്ന ആളായതല്ല, ഞാൻ വന്നതേ ആളായിട്ടാണോ കുഞ്ഞിപ്പാലു. വെരി ഗുഡ്. 9 വർഷം മുമ്പ് മേലെപ്പാളയെ താറരിഞ്ഞാണോ 4 പാദസരവും തൂക്കിയിട്ട് വെള്ളിക്കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ഈ ടൗൺ ഒരറ്റത്തുനിന്ന് വിഴുങ്ങല്ലേ. ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനി ഇന്ന് സ്ട്രോങ് ആയി നിലനിൽക്കല്ലേ. എന്താ ചെയ്തതിന്റെ പേര്? മൊത്തം ഊറ്റ് ബാങ്കേഴ്സ്. അതാ സോഡ വന്നല്ലോ, മൊത്തം ഊറ്റ് കുടി. ബ്ലേഡ് മാത്രല്ല, ഗോൾഡ്, സ്വർണ്ണ കടത്ത്, അതിലല്ലേ ഞാൻ കേറി മിന്നിയത്. നീ എന്താ പറഞ്ഞത്? കോളിയോടെങ്കിരിക്ക് സർവീസ് ഇല്ല ഈ ക്ലബിലെന്നോ? ക്ലബിലെ നിയമമാണ് സർ, കുടിശ്ശിക തീർക്കാത്തവർക്ക് ഇനി സെർവ് ചെയ്യേണ്ടത്. കുടിശ്ശിക തീർക്കാനോ? ഈ ക്ലബിന്റെ വില പറയാൻ പറയടാ. ഈ നിയമം ഉണ്ടാക്കിയ ബാസ്തേനോട് ഗിരി തരും. എടോ ഗിരി, സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊരു ക്ലബാണ്, നിന്റെ വീടല്ല. അത് പറയാ നീ ആരടാ? ഞാൻ ഇതിന്റെ സെക്രട്ടറിയാ. ഒരു പുളിച്ച സെക്രട്ടറി. ഇതിനകം നീ എന്നാണ് ആദ്യം കണ്ടത്? ഈ ഗിരിയുടെ ഗസ്റ്റ് ആയിട്ടല്ലേടാ നീ ഇതിനകത്ത് ആദ്യമായിട്ട് കാലുകുത്തുന്നത്? നിനക്കൊരു മെമ്പർഷിപ്പിന് ആരടാ കൂടെ എന്നത്? സെൻട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവടക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടങ്കിരി എടുത്തു കൊടുത്തു. കഴിഞ്ഞ ഇലക്ഷന് ഞാൻ ക്യാൻവാസ് ചെയ്ത് വോട്ടുകൊണ്ട് ഇവൻ സെക്രട്ടറി ആയി 1 കൊല്ലം. അതിനിടയിൽ കോളിയോടങ്കിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി. അത് നേരാ. പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും. മനസ്സിലായടാ? സ്വന്തം വില നീ ആയിട്ട് തന്നെയല്ലേ ഗിരി കളഞ്ഞത്? അത് വീരാൻകുട്ടി പറഞ്ഞത് ന്യായ. താനാകടോ? ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും, അയാൾ പറഞ്ഞുതരും. എടോ തൃശ്ശൂക്കാരാ, ഇവിടെ കിടന്ന ആളായല്ലേ? അതെന്താണോ തൃശ്ശൂർക്കാർക്ക് ഇവിടെ റോഡില്ലേ? തൃശ്ശൂർ എന്ന് പറഞ്ഞ എന്താ കറാച്ചിക്ക് അപ്പുറത്താ? മര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും. നിന്നെ പിടിച്ച് പുറത്താക്കോ? കോളിയാളങ്കിരിയെ പുറത്താക്കാൻ കപ്പാസിറ്റി ഉള്ള സെക്യൂരിറ്റിക്കാരനെ വിളി. ഗിരി, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എന്താ ഗിരി, വീരാൻകുട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പെരുമാറേണ്ടത്? പഴയ ബാലൻസ് ബില്ല് വല്ലതും ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം. അതല്ലേ വേണ്ടത്? ഗിരി ഇരിക്കെ. ആ ബില്ല് നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ വിടുന്നു. ഞാനും വിടുന്നു. ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ പോയാൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും. പൂച്ചിമണി, ചെണ്ടവാറപ്പൻ, കൂറ്റൻ ജോസ്, കുമ്പിടി, മച്ചിങ്ങപ്പൈലി, കോമാങ്ങമോറൻ, കുഴിനേന്ത്രൻ, പാട്ടത്തിൽ തോമ, സായിപ്പന്തോണി, അവരൊക്കെ അവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഇവിടെ വെറുതെ ആയിട്ട് കളയണേ? കൊണ്ടുവാ. എന്താ വിളിച്ചേ? വാ ഉസ്താദ് വാ. ജാക്കിർ ഹുസൈൻ സ്റ്റൈലിലല്ലേ ഫിനിഷ് ചെയ്തത്? കൈ വഴങ്ങുന്നില്ല മോളെ. എത്ര നാൾ കൂടിയത്? ആ ക്ഷമയുടെ മുന്നിൽ വെച്ച് ഒരു ദിവസം ഇതുപോലെ തബല വായിക്കണം. അവള് പറയാ ഏട്ടന് ചെണ്ടയാ കൂടുതൽ മാച്ച് എന്ന്. ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെ, ചെണ്ട കുട്ടിക്കാം അവളെ കൊണ്ട്. ഒരു വിസിറ്റർ ഉണ്ട്. ആരാ? കോളിയോടും ശേഖരൻ മുതലാളി. എന്താണാവോ? സുഖമില്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ല ആരോ പറഞ്ഞേ? അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മിറ്റി ചെയ്തേക്കരുത്. കിട്ടില്ല, തരാൻ മാർഗവുമില്ല. സ്ഥിതി അത്രയും. എന്തായാലും കാണാം. അയ്യോ, ഇരിക്കൂ.
എന്താ ശേരം മുതലാളി കാണിക്കുന്നത്? ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തൊഴണമെന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം. എന്റെ രീതിയാ. പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും. മകനാ, ഇളയ മകൻ. ഇരിക്കും. മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ ഉടനെ അവധിക്ക് വന്നപ്പോ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫൂൾ എന്നാ. പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്ന് കൊണ്ടു. കാര്യം ശരിയാണല്ലോ. സുഖമില്ല എന്ന് കേട്ടിരുന്നു. ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു ഒന്ന് വിളിച്ചാൽ. അത് ശരിയല്ല. എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ. വരേണ്ടത് ഞാനാ, ആവശ്യക്കാരൻ. ഇന്നലെ ക്ലബിൽ ഗിരിയുണ്ടാക്കിയ ഗുലുമാലൊക്കെ അറിഞ്ഞു. അവനാ ഇപ്പൊ എന്റെ വലിയ പ്രശ്നം. അല്ലേ, എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാം. കാര്യത്തിലേക്ക് വരാം. വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരന്റെ മുമ്പിൽ നിർത്തുന്നില്ല. ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട്. 1 ഏക്കർ കഷ്ടിയുള്ളത്. ഞാൻ അതിൻ്റെ ആധാരം കൊണ്ടുവരാം. അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു 20 ലക്ഷം രൂപ തരണം. 60-70 ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന മണ്ണാ. അയ്യോ, എനിക്ക് അങ്ങനെ ഒരു പലിശയ്ക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല. അല്ല, ഒരു പണയവസ്തു ഇല്ലാതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക? ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ സാറ് പറയുന്നത്? ആ ചുറ്റുമതിലുള്ള? ആ, അതെ. ആ സ്ഥലം വിറ്റുപോയല്ലോ മുതലാളി. അക്ബർ കൺസ്ട്രക്ഷൻസിന്റെ ഒരു 16 നില കെട്ടിടത്തിന്റെ പൈലിംഗ് നടക്കുക അവിടെ. ഒരു 4 മാസമായി കാണും. കോളിയോടൻ ഗിരി പാറക്കോടൻ രായൻ ഹാജിക്ക് 28 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വിറ്റത്. അതും വിറ്റോ? അല്ല, സേതുവിന്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ? വെറുതെ പറഞ്ഞിട്ട്. ഇല്ല സർ, സത്യമാണ്. എന്നാ ഞാൻ ഇരിക്കുന്നില്ല, ഇറങ്ങാം. ഞാനിപ്പോ കുറച്ച് ടൈറ്റ് ആണ്. ആ, ബിസിനസ് ഒക്കെ ഡല്ല, അറിയാലോ. പൊതുവെ പണം ആരും ഇറക്കുന്നില്ല. ആ, കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞല്ലോ. ആദ്യകാലത്ത് ആരും ചെയ്യില്ല. എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേട് കൊണ്ട്. അച്ഛൻ ഇറക്കാൻ ഇറങ്ങിയതല്ലേ. ഞാൻ വിളിക്കാം. ആ. അത് കഴിഞ്ഞ അയാളുടെ ഒരു ടെൻഷൻ ആയിരുന്നു കേട്ടോ. അതെ, അതെ. നിന്റെ എൻട്രി ആയിട്ടോ സേവ് ചെയ്തത്. അതൊന്നുമല്ല, നന്ദിന നന്നായി പെർഫോം ചെയ്ത്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അച്ഛൻ വിളിക്കുന്നു. ശരി, വരട്ടെ. പപ്പയ്ക്ക് എങ്ങനെ അറിയാലേ? ഏട്ടാ, അതാണ് ഏട്ടാ നന്ദൻ. ഏട്ടാ നന്ദൻ.